ശ്രീ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നിറം കറുപ്പാണ്. കറുപ്പ് നിറം അത്ര പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ് കേരളത്തിൽ. പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷ്ണന് ഏഴഴകെന്നൊക്കെ പറയും. അത് പക്ഷേ കൃഷ്ണൻ്റെ കറുപ്പ് എന്ന് പറയുന്നത് കറുപ്പല്ലെന്നാണ് പറയുന്നത്. കൃഷ്ണൻ്റെ കറുപ്പല്ല, കറുപ്പായിട്ട് ചിലർ പറയുന്നുണ്ട്, കറുപ്പായിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട്. പക്ഷേ കറുപ്പല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കൃഷ്ണൻ കറുപ്പല്ല എന്നൊക്കെ പറയുന്നത്. ലോകം മുഴുവൻ കറുത്ത മനുഷ്യരോട് എന്നും അപ്പാർത്തൈഡ്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഉണ്ടായിരുന്നു, ഗാന്ധിജിയൊക്കെ നേരിട്ട് കണ്ടതാണ്. എല്ലാ രാജ്യത്തുണ്ട്. അടിമ വ്യവസായത്തിൽ കറുത്തവരുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഞാനൊക്കെ വളർന്നു വന്നത്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഞാൻ ഇടതുപക്ഷ പാർട്ടിയിലെ CPM-ൻ്റെ പ്രവർത്തകനായിരുന്നു. ഒരു പരിധിവരെ പറഞ്ഞാൽ പ്രാദേശിക തലത്തിലുള്ള നേതാവെന്ന് പറയുമ്പോൾ ഇപ്പം മറ്റുള്ളവർ വിചാരിക്കും വലിയ നേതാവ്, അങ്ങനെയല്ല. പ്രാദേശിക തലത്തിൽ നമ്മൾ വളർന്നു വരാവുന്നൊരു നേതാവായിരുന്നു. SFIയുടെ ലീഡറായിരുന്നു. എനിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ SC/ST വിഭാഗത്തോടും നമ്മളെങ്ങനെയാണ് ഒരാളിനെ ജാതി വിലയിരുത്തുന്നത്? ഒന്നുകിൽ നായർ, മേനോൻ, നമ്പൂതിരി പേരിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിറം. ഇത് ഏതെങ്കിലും വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നിറം വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് എത്രയോ പേര് അന്ന് ചോദിച്ചിട്ടുണ്ട്, SC/ST വിഭാഗത്തിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അന്ന് ഹരിജൻ എന്ന് പറയുന്നത്, പിന്നെയാണ് SC/ST. അതുപോലെ സ്കൂളുകളിലൊക്കെ പണ്ട് കുട്ടികളെ ഉണ്ടല്ലോ, കുട്ടികളാണെങ്കിൽ അവനെ ഇങ്ങോട്ട് കറുപ്പാന്ന് വിളിക്കും ഇടംപെരട്ട് വിളിക്കും, കറുമ്പൻ. അത് കുറഞ്ഞവനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ. അവിടെ ഞാനിത് കണ്ടു. ഇന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റാത്ത സംഘടനയാണ്. അല്ലേ ശാരദാ മുരളീധരനെ ഇപ്പോൾ ഇതെന്തോ ഒരു പ്രശ്നമാക്കാൻ അതെന്താ അവരോട് ആരോ പറഞ്ഞു വന്ന് ഭർത്താവിൻ്റെ തീരുമാനമൊക്കെ വെളുപ്പും നിങ്ങളത് കറുത്തതിൻ്റെ ആണെന്ന്. പിന്നെ ഇവർ അതിനകത്തൊരു PR വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കോംപ്ലക്സ് ആയിട്ട് അവർ എടുത്തിട്ടതാണോ? എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഒരു കോംപ്ലക്സ് ആണ്. അവരുടെ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, മനസ്സിലായില്ല. ഇപ്പം ഞാൻ കറുത്ത നിറമായെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു കോംപ്ലക്സ് ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു കോംപ്ലക്സ് ഇല്ല. ആരെങ്കിലും ചോദിക്കുമ്പോഴുള്ളതല്ല, എനിക്ക് ഒരു കോംപ്ലക്സും ഇല്ല. പിന്നെ ഞാൻ കറുത്ത് പോയത് പിന്നെ നിറം കൊണ്ട് കറുത്തതല്ല. എൻ്റെ സ്കിന്നിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ജനറ്റിക്കായിട്ട് സ്കിന്നിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കുറേ മെഡിസിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കറുത്തതാണ് ഞാൻ. കറുപ്പ് കുറച്ച് ബാധിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പിന്നെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയല്ലേ, അതെ, പിണറായി വിജയൻ മുഖ്യമന്ത്രി, പിണറായിക്ക് ഇഷ്ടമില്ലാത്ത നിറവാണ് കറുപ്പ്. അതെ, അത് സംശയമുണ്ട്. പിണറായിയുടെ ഒരു അനിഷ്ടമാണോ ഇതിനകത്ത് വന്നിരിക്കുന്നത്? ആരുടെ അനിഷ്ടമെന്ന് അറിയത്തില്ല, എന്തോ ചോദിച്ചെന്നുള്ളത്. പക്ഷേ ഇതുണ്ട് സാറേ. മാത്രമല്ല ഞാൻ ഈ കറുത്ത കൊടി പിണറായിക്ക് വലിയ പ്രശ്നമായിരുന്നു. കറുത്ത കൊടി, കറുത്ത കാക്കയൊക്കെ പ്രശ്നമായിരുന്നു. വെളുത്ത കാക്ക ഇല്ല, കറുത്ത ഇടയ്ക്ക് മീറ്റിംഗിൽ കറുപ്പ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായ പുള്ളിക്ക്. ഈ കറുപ്പിന് ഒരു പ്രത്യേക വിവേചനം പലരും കൽപ്പിച്ചിരുന്നു ഒരു കാലത്ത്, ഓർക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ കല്യാണ സ്ഥലത്തൊക്കെ ഒരു കറുപ്പ് ഡ്രസ് ഇട്ട് പോയാൽ കേട്ടതില്ല, അതെന്തോ ഒരു അപശകുനം. ദുഃഖത്തിന് കറുപ്പാണ് വെച്ചിരിക്കുന്നത്. കരിങ്കൊടി കറുപ്പ് ദുഃഖത്തിന്റെ കളറായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്ത് ദുഃഖം? കറുപ്പും ദുഃഖം ഇപ്പൊ മാറി. ഇപ്പൊ കുറെ കല്യാണം ആയാലും എന്ത് ചടങ്ങിനും എല്ലാം കറുപ്പിട്ടോണ്ട് പോകുന്നുണ്ട്. പിന്നെ അത് ഒരു സ്കൂളിൽ ഞാൻ പ്രസംഗിച്ചു, ക്ലാസ് എടുത്ത്. ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോട്ടൺ സ്കൂളിൽ. വിളിച്ചുകൊണ്ട് ടീച്ചർ SC/ST വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അത് ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടെ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു HM. അവർ സഹപ്രവർത്തകരോട് പറയുകയാണ്, അവളെ ബന്ധുവിനെ വിളിച്ചുകൊണ്ടൊന്ന് ഇവിടെ ഷൈൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്നുള്ള നിലയിൽ എന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പിന്നെ അറിഞ്ഞായിരുന്നു, സാർ ഇങ്ങനെ സംഭവം ഉണ്ടായി, സാർ സോറി എന്നൊക്കെ അവർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇത് വളരെ പ്രശ്നമാണ്. സെക്രട്ടേറിയറ്റിൽ ഇവർ പറയുന്നത്, ഇവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരു IAS എൻ്റെ ജാതി അന്വേഷിച്ചിട്ടുണ്ട്, കറുപ്പാണെന്നുള്ള നിലയിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കറുത്ത ആളുകളല്ലേ, അവരല്ല എൻ്റെ SC/ST വിഭാഗത്തിലുള്ളവരല്ലേ, പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ. നമ്മുടെ പഴയ ഒരു IAS കാരനുണ്ടല്ലോ, PC സനൽകുമാർ. സനൽകുമാർ ഇതുപോലുള്ള പ്രശ്നം നേരിട്ടുണ്ടെന്നല്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞപ്പോൾ നന്നായി. ഒരു ദിവസം ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഒരു മിനിസ്റ്റർ ഓഫീസിൽ ഫയൽ കൊടുത്തിട്ട് ഞാൻ നടന്നു വരുമ്പോൾ സനൽകുമാർ അകത്തോട്ട് കയറി പോകുന്നു. സാർ അപ്പോൾ സാർ സുഭാഷ് ഞങ്ങൾ പരിചയമുണ്ട്. അകത്ത് വിളിച്ചോണ്ടിരുന്നിട്ട് എനിക്ക് ചായയൊക്കെ തന്നിട്ട് പറഞ്ഞു, ഞാൻ സാറിന് ഫയൽ തിരക്കില്ല, ഞാൻ പോകണമെന്ന്. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്ത് തിരക്ക്? 2 വർഷമായി എൻ്റെ അടുത്തൊരു ഫയൽ വന്നിട്ട്. എൻ്റെ അണ്ടർ സെക്രട്ടറിയും താഴെയുള്ളവർ എനിക്ക് ഫയൽ അയച്ചാൽ അടുത്ത മിനിറ്റിൽ പിയൂണിനെ അയക്കും, അങ്ങോട്ട് തിരിച്ചുകൊണ്ടുപോയില്ലേ. എന്നിട്ട് മോളിൽ നിന്ന് ഫയൽ വന്ന് അപ്പം ഞാൻ വിടണം. ഒരു പാനം ഞാൻ ഫയലിൽ കുറിക്കാൻ പാടില്ല. എനിക്ക് 2 വർഷമായി ഫയലുകൾ വന്നിട്ട്. ഞാനിവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയാണ്, അദ്ദേഹം മരിച്ചുപോയി, മുകളിൽ നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞ സങ്കല്പം നല്ല ഗാനങ്ങൾ അദ്ദേഹം ഒരുപാട് സമയം കൊണ്ട് ചിലവഴിച്ചു. അദ്ദേഹം ഞാൻ ഹരിജനായ SC/ST വിഭാഗത്തിലായതുകൊണ്ട് എനിക്ക് ഫയൽ തരുന്നില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. ബഹുജൻ സമാജ് പാർട്ടിയുടെ കുറച്ച് ആളുകൾ കേരളത്തിൽ വന്നിരുന്നു എന്നെ കാണാനായിട്ട് ഓഫീസിൽ. ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ കാണാൻ വന്ന അവരുടെ സംഘടനയുടെ ചെയർമാൻ ആവണം ഞാൻ സമ്മതിച്ചു. ദളിത് മുന്നേറ്റത്തിന് വേണ്ടി എല്ലാം സമ്മതിച്ചു. ലാസ്റ്റ് പോകുന്ന സമയത്ത് എൻ്റെ ജാതി ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ നിങ്ങളുടെ ജാതിയല്ല, ഞാൻ റിസർവേഷൻ പോലും ഉള്ള ആളല്ല, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്, ജനിച്ചത്. അങ്ങനെ പറയേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവർ വന്നില്ല.
ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ സംസ്ഥാന ചില നേതാക്കൾ എന്നെ കാണാൻ വന്നു. അവരുടെ ഒരു സംഘടന ഉണ്ടാക്കുന്നതിൻ്റെ ചെയർമാനാക്കണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു, എല്ലാം സമ്മതിച്ച് ലാസ്റ്റ് പോയിന്റിൽ അവർ പറഞ്ഞു, സാർ ഏത് ജാതിയാണെന്ന് ചോദിച്ചു. ക്രിസ്ത്യനിലുള്ള പട്ടികജാതി പട്ടിക വിഭാഗമാണോ ഹിന്ദുവിലുള്ളതാണെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു രണ്ടുമല്ല, ഞാൻ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്, ജന്മം കൊണ്ട്. കർമ്മം കൊണ്ട് അതൊന്നുമല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവും ഇടതുപക്ഷ ചിന്താഗതിയും പിന്നെ കോൺഗ്രസ്സുകാരുടെ ചിന്താഗതി എല്ലാ സകല പാർട്ടികളുമായിട്ട് ബന്ധവും എല്ലാം അക്കാഡമിക് ലെവലിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഒരു പാർട്ടി ഒന്നുള്ള ആളല്ല, അല്ല ഒരു ഇത് ജാതി എന്നുള്ള ആളല്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, എൻ്റെ വിസിറ്റിംഗ് കാർഡ് അടിച്ചപ്പോൾ ഞാൻ പലവട്ടം ആലോചിച്ചതാണ് അതിനകത്ത് FC എന്ന് വെക്കണമെന്ന്, ഫോർവേഡ്. അപ്പോൾ ആളുകൾ ചോദിക്കും FC ഡിഗ്രി വെക്കണമെന്ന്, FC എന്താണ് ഫോർവേഡ് കാസ്റ്റ്? കണ്ട കറുപ്പല്ലേ സാറേ? കറുപ്പെന്ന് പറഞ്ഞാൽ SC ST പിന്നോക്ക വിഭാഗക്കാരൻ. എന്താണ് ഇവിടെ നടക്കുന്നത്? പക്ഷേ ഈ ജാതി വെച്ചുള്ള കളി എന്ന് പറയുന്നത് കേരളത്തിൽ നന്നായിട്ടുണ്ട്. ഇവ എനിക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് പണ്ട് നീലലോഹിതദാസൻ നാടാർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ലോക്സഭയിലേക്ക്, അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ MP ഒക്കെ ആയിരുന്നു. ഈ കാഞ്ഞിരകുളം, ബാലരാമപുരം, പൂവാറ്, നീലലോഹിതദാസൻ നാടാരെ വിജയിപ്പിക്കുക. തിരുവനന്തപുരത്ത് നായന്മാരെ കൊണ്ട് നിറഞ്ഞതല്ലേ, നീലലോഹിതദാസിനെ വിജയിപ്പിക്കുക. ഇത് വയ്ക്കും സാറേ, കറക്റ്റല്ല. അതുപോലെ ഇവിടെ ഈ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെ സീറ്റ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ജാതിയുടെ അടിസ്ഥാനം. വാമനപുരം നിയോജകമണ്ഡലം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഇതുവരെ ജയിച്ചിട്ടുള്ളൂ. മണ്ഡലം ഉണ്ടായി ഇന്ന് വരെയും ആരെ ജയിച്ചിട്ടുള്ളൂ? പക്ഷേ അവിടെ നായരല്ലാതെ ഒരാൾ ഇതുവരെ വന്നിട്ടേ ഇല്ല. നായർ കമ്മ്യൂണിറ്റിനെ ആൾ വരത്തുള്ളൂ. കോളിക്കുറിശൻ നായർ ദീർഘകാലം, പെരപ്പോട് മുരളി, ഇപ്പോഴത്തെ DK മുരളി, ഏത് MLA എടുത്തോളൂ. ആറ്റിങ്ങൽ നിങ്ങളെടുത്ത് നോക്കൂ, ആ ഭാഗത്ത് ഈഴവാസി തന്നെ വരും. വിഴിഞ്ഞ ഈ പറഞ്ഞ പോലെ അവലെടുത്ത് നോക്കൂ, നാടാർ കമ്മ്യൂണിറ്റി തന്നെ വരും. ഏതാണോ സമുദായം അത് നോക്കി നമ്മൾ ജാതി നോക്കിയിട്ടാണ് രാഷ്ട്രീയക്കാർ നിർത്തുന്നത്. മുഴുവൻ കാര്യം മലപ്പുറത്ത് നോക്കൂ, പാർട്ടി നാളിലെ സ്വതന്ത്രം പിടിച്ചെടുത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ അങ്ങനെ ജാതി നിറവും കൂടി വരുമ്പോൾ ജാതിയുണ്ട്, നിറമുണ്ട്, നിറം ഉള്ളിലുണ്ട്. അല്ല, നിറം നോക്കി ജാതി തീർച്ചപ്പെടുത്തും. ഉറപ്പല്ലേ? നിറം പേര് നോക്കി അവരെ കണ്ട ഒരു SC ST ആണ് എന്ന് തോന്നുന്നു. ഞാൻ ഈ ഇടയ്ക്ക് വളരെ പോട്ടെ, പണ്ടത്തെ കാര്യമൊക്കെ പോട്ടെ, ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടൊരു പരിപാടിക്ക്, വലിയ പരിപാടിയായിരുന്നു. പരിപാടി കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ വേറെ 2-3 സീനിയറായിട്ടുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളിനോട് വിളിച്ച് ഫോണിൽ പറയാം, സുഭാഷ് കുഴപ്പമില്ല കേട്ടോ, ഡോക്ടർ സുഭാഷ് നന്നായി കാര്യങ്ങളൊക്കെ പറയും, വാട്ടർ എൻവയോൺമെൻറ്റ്, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അദ്ദേഹം SC ST ആണെന്ന്. എന്താ കുറവെന്താ? SC ST കാർക്ക് വല്ല കുറവുണ്ട്? അംബേദ്കർ എഴുതിയ ഭരണഘടന നമുക്ക് വായിക്കാം. പരവ സമുദായത്തിൽ ജനിച്ച, അല്ലെങ്കിൽ എന്താണ് മറ്റേ മുക്കോ സമുദായത്തിൽ ജനിച്ച മാതാമൃതനമായി അമ്മയെ എല്ലാവർക്കും പൂജിക്കാം. KR നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും, മെർമോന് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കാം, നമുക്ക് കുഴപ്പമില്ല. പിന്നെ വ്യാസൻ എഴുതിയ പുസ്തകം വായിക്കാം, രത്നാകരൻ എഴുതിയ പുസ്തകം വായിക്കാം, രാമായണം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മറ്റൊരാളിൻ്റെ പേര് കണ്ടാൽ ഒന്നുകിൽ ജാതി, ഒന്നുകിൽ പേര് വെച്ച് നായർ നമ്പൂരി മേനോൻ എന്നൊക്കെ പറഞ്ഞ് പേര് വെച്ച് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കറുപ്പാണോ വെളുപ്പാണോ നോക്കി കണ്ടുപിടിക്കും. ഈ കറുപ്പ് വലിയ പ്രശ്നമാണ് സാറേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരനാണെന്നും റിസർവേഷനിലൂടെ ജീവിക്കുന്ന ആളാണെന്നും റിസർവേഷനിലൂടെയാണ് ഇതെല്ലാം നേടിയതെന്ന് നൂറുകണക്കിന് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതെല്ലാം ഒരു പരാതിയായിട്ട് ഒരാളിനോട് വിളിച്ചു പറഞ്ഞു. ശാരദാ മുരളീധരൻ ഇത്ര ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവർ അതും കൂടി പറയണമായിരുന്നു. ശാരദാ മുരളീധരൻ ഇതൊരു പുകമറയിൽ നിർത്തിയാണ് അവർ വർത്താനം പറഞ്ഞിരിക്കുന്നത്. അവർ കംപ്ലീറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതാരെന്ന് ഞാൻ പറയില്ല, എന്ത് കോൺടെസ്റ്റ് ഒന്നും പറയത്തില്ല. അവർ വെറുതെ ഇങ്ങനെ പറയുകയാണ്. അത് പറയണം. അത് പറയുമ്പോൾ അതിനകത്ത് ഒന്നുകൂടി ഒരു വിശ്വാസ്യത വരുന്നു. പക്ഷെ അവർ കുട്ടിക്കാലത്ത് എന്തോ അമ്മയോട് ചോദിച്ചു എന്ന് പറയുന്നു. എന്നെ ഒന്നുകൂടി അമ്മയുടെ വയറ്റിലേക്ക് കൊണ്ടുപോയതിന് ശേഷം, ഇംഗ്ലീഷ് യഥാർത്ഥ പോസ്റ്റ് അതാണ് ഇംഗ്ലീഷിലുള്ള ഈ ഫേസ്ബുക്കിൽ, അമ്മയുടെ വയറ്റിലേക്ക് എന്നെ കൊണ്ടുപോയതിന് ശേഷം എന്നെ വെളുത്ത കുട്ടിയായി ജനിപ്പിക്കാമോ എന്ന് ആരോട് ചോദിച്ചിരിക്കുന്നു? അമ്മയോട് ചോദിച്ചിരിക്കുന്നു കുഞ്ഞുനാളിൽ, 7 വയസ്സിലെങ്ങാണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഇവർക്ക് പലപ്പോഴും ഈ കറമ്പി വിളി കിട്ടിക്കാണും. അപ്പോൾ കറുപ്പിൻ്റെ ഒരു കോംപ്ലക്സ് ഉള്ളിൽ കിടപ്പുണ്ട്. ആ സമയത്താണ് ഒരാൾ ചോദിച്ചത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ തീരുമാനം വെളുപ്പും നിങ്ങളുടെ തീരുമാനം കറുപ്പും അല്ലേ? അപ്പോൾ ഇവരതിനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്ത് കാണും? ഇവർ കാസ്റ്റുമായിട്ടും ക്രീഡുമായിട്ടും ഒക്കെ ലിങ്ക് ചെയ്ത് കാണും. എങ്ങനെ ലിങ്ക് ചെയ്താലും പക്ഷേ കേരള സമൂഹത്തിലുണ്ട്. നേരത്തെ ഒരു ചീഫ് സെക്രട്ടറി, ഇതുപോലെ ഒരു ചീഫ് സെക്രട്ടറി പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ചീഫ് സെക്രട്ടറി വരില്ലായിരുന്നു. ചീഫ് സെക്രട്ടറി എല്ലാം ലിസ്റ്റായപ്പോൾ അദ്ദേഹമാണ് ഫസ്റ്റ് പേര്. പക്ഷേ കൊടുക്കാൻ ലോബി കളിച്ചു. പക്ഷേ കേരള മുതൽ ഉടനെ ഒരു ലേഖനം വന്നു, ഇദ്ദേഹം ഇപ്പം ആയില്ലെങ്കിൽ ഇദ്ദേഹത്തെ സമുദായത്തിൽ നിന്ന് ഉടനെ ആരും ആവാൻ പോകുന്നില്ല, ആരുമില്ല, ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് സാർ. വളരെ കൃത്യമായി കറുപ്പ് ഉണ്ട്,
ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. സീരിയൽ എടുത്തോളൂ സാർ. എന്തിനു പറയുന്നത്? നിങ്ങൾ ദൂരദർശനിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളല്ല. ന്യൂസ് റീഡറായിട്ട് ആരെ എടുക്കും? ഞാനൊരു വേറെ കോംപ്ലൈൻറ്റ്, ഗവൺമെൻറ് സ്ഥാപനമാണല്ലോ, പ്രൈവറ്റ് പോട്ടെ, ന്യൂസ് റീഡറായിട്ട് ആരെ എടുക്കും? കറുത്തവനെ എടുക്കത്തില്ല. എടുക്കത്തില്ല. എനിക്ക് കാണിച്ചു തരൂ. നിങ്ങൾ കറുത്തവരെ കാണിച്ചു തരൂ. നമ്മൾ ഒരുപാട് പരിപാടിക്ക് പോകുന്നതല്ലേ. സീരിയലിൽ കറുത്തവരെ കാണിച്ചു തരൂ, സിനിമയിൽ കറുത്തവരെ കാണിച്ചു തരൂ, സാഹിത്യരംഗത്ത് കറുത്തവരെ കാണിച്ചു തരൂ. നിങ്ങൾ സാഹിത്യരംഗത്ത് കറുത്തവരെ എഴുതിയാൽ കുറച്ച് മാറ്റം വരുത്തിയത് ശ്രീനിവാസനും ഇന്ദ്രൻസും ഒക്കെയാണ്. കുറച്ച് വളരെ കുറച്ച്, അതിനൊരു ലിമിറ്റുണ്ട്. ബാക്കി ആരെങ്കിലും നമ്മൾ ഉൾക്കൊള്ളൂ. സാഹിത്യകാരൻ പറയൂ, ദളിതുകാരൻ എഴുതിയ ദളിത് സാഹിത്യം. അതെന്ത് സാഹിത്യം? മലയാള സാഹിത്യം ഒന്നും എഴുതണ്ടേ? മലയാള സാഹിത്യത്തിലെ ദളിതന്മാരെക്കുറിച്ച് കൂടുതൽ എഴുതിയ കെ കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദളിത് സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് അയാൾ ആ ജാതിപ്പെട്ടതാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ പറയാം. എങ്കിൽ ബ്രാഹ്മണ സാഹിത്യം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നമ്പൂരി സാഹിത്യം നമ്മൾ എം പി ഭാഷ നായർ, നായർ സാഹിത്യകാരൻ ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെ ഹിന്ദു സാഹിത്യകാരൻ പറയുന്നില്ലല്ലോ. അപ്പോൾ ഇത് അയാളും ഇത് ആഗ്രഹിക്കുന്നു, ദളിത് ആക്ടിവിസ്റ്റ് എന്ന്. അതും ആഗ്രഹിക്കുന്നു, ഞാൻ ദളിത് സാഹിത്യകാരൻ. അപ്പോൾ ഇത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ് കറുപ്പ്. ഇത് ചർച്ച ചെയ്യാൻ നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.